ഹായ് ഫ്രണ്ട്സ്, +2 ഗാന്ധിയൻ സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ടോപ്പിക് ഏതായിരുന്നു? ഫീച്ചേഴ്സ് ഓഫ് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ അഥവാ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷതകൾ. എന്താണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷതകൾ അഥവാ ഫീച്ചേഴ്സ് ഓഫ് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായിരുന്നു അതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? 3R കുറിച്ചും 3H കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പോൾ മഹാത്മാഗാന്ധി 3H പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അഥവാ ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ് എന്നുള്ള ആ 3H അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറിച്ച് നിരാകരിച്ചിട്ടുണ്ടായിരുന്നത് റീഡിംഗ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് എന്നുള്ള ആ ഒരു കാര്യത്തെയാണ്. അപ്പോൾ ഇതായിരുന്നു അതിന്റെ പ്രധാന സവിശേഷതയായിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 8 ഫീച്ചേഴ്സുകളാണ് അല്ലെങ്കിൽ സവിശേഷതകളാണ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ആണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അതാണ് ഇവിടുത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാർധ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 8 ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ എന്താണ്? ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ, സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം. രണ്ടെന്താണ്? ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, കൈത്തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസം. 3 സെൽഫ് സഫിഷ്യന്റ് ആൻഡ് സെൽഫ് സപ്പോർട്ടിംഗ് എഡ്യൂക്കേഷൻ, സ്വാശ്രയത്വവും പിന്നെ സ്വയം പര്യാപ്തതയും. ദെൻ നാലാമത്തത് എഡ്യൂക്കേഷൻ ത്രൂ മദർ ടങ്, മാതൃഭാഷയിലൂടെയുള്ള പഠനം. 5 സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, പൗരത്വ പരിശീലനം. 6 ഫ്ലെക്സിബിൾ കരിക്കുലം ആൻഡ് ഫ്രീ എൻവയോൺമെന്റ്, വഴക്കമുള്ള പാഠ്യപദ്ധതിയും സ്വതന്ത്രമായ ചുറ്റുപാടും. ദെൻ കോ റിലേഷൻ, സഹബന്ധം. ലാസ്റ്റ് വൺ നോൺ വയലൻസ്, അഹിംസ. ഇത്രയും സവിശേഷതകളാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇവ ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഏതാണ്? ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. തുടക്കത്തിൽ തന്നെ ഈ പോയിന്റ്സുകൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഓർമ്മയിൽ കൊണ്ടുവന്നു. ഇനി ഇവ ഓരോന്നും എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇങ്ങനത്തെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ മുഴുവനും നിർബന്ധമായിട്ടും പരിചയപ്പെടാൻ ശ്രമിക്കണം. ഇവയൊക്കെയാണ് ഷോർട്ട് എസ്സേസ് ആയിട്ടും നമ്മളോട് ചോദിച്ചു കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന എല്ലാ മേഖലയും ഇരുത്തി പഠിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രമിക്കുക. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷതകൾ ഒന്നാമത്തത് ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ, സൗജന്യ നിർബന്ധമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം. 7 മുതൽ 14 വയസ്സ് വരെ, എത്രയാണ്? 7 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ഗാന്ധിജി നിഷ്കർഷിക്കുന്നു. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിനും സംസ്കാരത്തിനും അനുയോജ്യമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കാണ് ഗാന്ധിജി രൂപം നൽകിയത്. ഇതോടൊപ്പം ബഹുജന ബോധത്തിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട ഗാന്ധിജി ഇതിനായുള്ള പ്രായോഗിക സമീപനം ഇതിൽ ഉൾപ്പെടുത്തി കാണുന്നു. സൗജന്യവും നിർബന്ധവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7 മുതൽ 14 വയസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യണം. അത് നിർബന്ധിതവുമായിരിക്കണം. ഒരൊറ്റ കുട്ടി പോലും 7 വയസ്സ് മുതൽ 14 വയസ്സിലുള്ള ഒരു ഒറ്റ കുട്ടി പോലും വിദ്യാഭ്യാസം ലഭിക്കാത്തവരായിട്ട് ഉണ്ടാവരുത് എന്നുള്ളതാണ് നിർബന്ധിതമാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളെ കുട്ടികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? 7 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഇന്ത്യയിലെ 7 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് ഈ ഒരു സവിശേഷത, അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിർത്തുന്ന ഒരു സവിശേഷതയായിട്ട് എടുത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സ്കീം ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. ക്രാഫ്റ്റ് സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈത്തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസമായിരിക്കണം. കൈത്തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടോ നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവരവരുടെ ഭാവി ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം, നമ്മൾ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്ന സ്കൂളിൽ അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന കൈത്തൊഴിൽ സംബന്ധമായിട്ടുള്ള ആ ക്രാഫ്റ്റ് വർക്കുകൾ, ഈ വർക്കുകൾ അവർക്ക് ഉപയോഗപ്പെടുന്നതിന് ആ സ്കൂളിന്റെ വരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ആ പഠന സംബന്ധമായിട്ടുള്ള ചെലവുകളിലേക്കോ എടുക്കത്തക്ക രീതിയിലുള്ള ഒരു കൈത്തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസമായിരിക്കണം ഇവിടെ കൊണ്ടുവരേണ്ടത്. കൈത്തൊഴിൽ അഥവാ ഉൽപാദനക്ഷമമായ പ്രവൃത്തിയിലൂടെ അറിവ് കൈമാറുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന തത്വം. പ്രധാന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറിവ് കൈമാറുക എന്നുള്ളതാണ്. ഒരു ഓർഡർ ഉണ്ടാവുക, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക,
റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുക, ക്രോഡീകരണം ഉണ്ടാവുക, ഇങ്ങനത്തെ കുറെ സവിശേഷതകൾ. അതുകൂടാതെ തന്നെ അതിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ്, പിന്നെ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എങ്ങനെയാണ്, അത് എവിടെ നിന്ന് കിട്ടുന്നു, പിന്നെ എത്രത്തോളം വേണം, എങ്ങനെ പറഞ്ഞിട്ടുള്ള അതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെ മനസ്സിലാക്കുക. അങ്ങനെ അറിവ് നേടുക, കൈത്തൊഴിൽ അഥവാ ഉൽപാദനക്ഷമമായ പ്രവൃത്തിയിലൂടെ അറിവ് കൈമാറുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന തത്വമായിട്ട് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഈ രീതി പഠിതാവിന്റെ ഇന്ദ്രിയ കായിക ചാലക ശേഷികളെ ഏകോപിപ്പിക്കാനും അതിലൂടെ തൊഴിലിന്റെ മഹത്വം മനസ്സിലാക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇന്ദ്രിയ കായിക ചാലക ശേഷി, കൈകാലുകൾ, ചിന്തകൾ, പിന്നെ അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം കൂടി ഏകോപിപ്പിക്കത്തക്ക രീതിയിൽ, ഓക്കെ, പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ ഉതകുന്ന അറിവും ബുദ്ധിയും പ്രവർത്തനവും ഇവ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഏകോപനം ആണ് ഇതിലൂടെ ഏറ്റവും പ്രാധാന്യമായിട്ടും മുന്നിട്ട് നിർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൈത്തൊഴിൽ കേന്ദ്രീകൃതമായിരിക്കുക എന്നുള്ളതാണ് ഭാരത വിദ്യാഭ്യാസ പദ്ധതിയുടെ സെക്കൻഡ് സവിശേഷതയായിട്ട് എടുത്തു പറയുന്നത്. ആ ഭാരത വിദ്യാഭ്യാസ പദ്ധതിയുടെ സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതായത് ഈ പദ്ധതിയുടെ മേന്മകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചു കാണുന്നത്. മനഃശാസ്ത്രപരമായി കേവലമായ അക്കാദമികവും സൈദ്ധാന്തികവുമായ മടുപ്പിൽ നിന്നും കുട്ടികൾക്ക് ഒരു മോചനമാണ് പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുകൊണ്ട് അടിസ്ഥാനം വെക്കുന്നത് അല്ലെങ്കിൽ ഉന്നം വെക്കുന്നത്. എന്താണ്, നിങ്ങളിപ്പോൾ ഒരു പ്രാക്ടിക്കൽ വർക്കിൽ പോകുന്നതും ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഒരു പ്രാക്ടിക്കൽ വർക്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു റിലാക്സേഷനും അതേപോലെ തന്നെ ബുദ്ധിയും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവം, അതേപോലെ തന്നെ ഈ സിദ്ധാന്തപരമായിട്ടുള്ള കാര്യങ്ങളും അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മുഷിപ്പും എല്ലാം ഇതിലൂടെ ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാന സവിശേഷതയായിട്ട് എടുത്തു പറയുന്നത്. ദെൻ സാമൂഹികമായി രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ കുട്ടികൾ കൂടി പങ്കാളികളാവുകയും സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊഴിലിനെ സംബന്ധിച്ച മുൻവിധികളിൽ ഒന്നായ ശാരീരിക അധ്വാനവും ബുദ്ധിപരമായ അധ്വാനവും തമ്മിലുള്ള വേർതിരിവില്ലാതാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ശാരീരികപരമായിട്ടുള്ള അധ്വാനവും ബുദ്ധിപരമായിട്ടുള്ള അധ്വാനവും, അതായത് വൈറ്റ് കോളർ ബ്ലൂ കോളർ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു തരംതിരിവുകൾ നിങ്ങൾക്കറിയാലോ. ഓക്കെ, അതില് ഇവ തമ്മിലുള്ള വ്യത്യാസത്തെ ഇല്ലാതാക്കുകയും കൂടി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാ ജോലിയും ഒരേപോലെ കണക്കാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. സാമൂഹികവും രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിനും കൂടി കുട്ടികൾ ഇതിൽ പങ്കാളികളാവുന്നു. അല്ലെങ്കിൽ കൈത്തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ മുഴുവൻ തന്നെ ആ സ്കൂൾ വഴി മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഇന്ത്യയുടെ വളർച്ചയിൽ, ഡെവലപ്മെന്റ്സിൽ, ഇക്കണോമിക്കൽ ആയിട്ടുള്ള വളർച്ചയിലേക്ക് കുട്ടികളും കൂടി കൈത്താങ്ങ് നൽകുന്നു അല്ലെങ്കിൽ കയ്യൊപ്പ് നേടുന്നു എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ സവിശേഷതയായിട്ട് ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷന്റെ മേന്മകളിൽ എടുത്തു പറയുന്നത്. സാമ്പത്തികമായി തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത കാര്യക്ഷമമാക്കുവാനും അവരുടെ ഒഴിവ് സമയം ഗുണപ്രദമായി പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നു എന്നുള്ളതും കൂടി ഇതിന്റെ മറ്റൊരു ഗുണമേന്മയാണ്. വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ ഇതിന് ജീവിത സാഹചര്യങ്ങളോടുള്ള അടുത്ത ബന്ധം അറിവ് കൂടുതൽ വസ്തുനിഷ്ഠമാക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതും കൂടി ഇതിന്റെ മേന്മയാണ്. വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ ഇതിന് ജീവിത സാഹചര്യങ്ങളോടുള്ള അടുത്ത ബന്ധവും അറിവ് കൂടുതൽ വസ്തുനിഷ്ഠമാക്കുന്നതിനും സഹായിക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഒന്ന്, ഫീച്ചേഴ്സ് ഓഫ് ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷന്റെ ഒന്നാമത് സൗജന്യ നിർബന്ധിതമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം അഥവാ ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ. 2, 7 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെ. 2, കൈത്തൊഴിൽ കേന്ദ്രീകൃതമായിരിക്കണം, അത് അതിന്റെ മേന്മകളും കൂടി. പിന്നെ മൂന്നാമത്തെ എന്താണ്, സെൽഫ് സഫിഷ്യന്റ് ആൻഡ് സെൽഫ് സപ്പോർട്ടിംഗ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. എന്താണ്, സ്വാശ്രയത്വവും ദെൻ സ്വയം പര്യാപ്തതയും. സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കുക, സെൽഫ് സപ്പോർട്ടിംഗ് ആയിരിക്കുക. നമുക്ക് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കുക, നമ്മുടെ പ്രദേശത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് സെൽഫ് സഫിഷ്യന്റ് അല്ലെങ്കിൽ സെൽഫ് സപ്പോർട്ട്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ തന്നെ നേടിയെടുക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ തന്നെ സമ്പാദിക്കുക എന്ന ഒരർത്ഥത്തിലേക്ക് വരുന്നു. സ്വയം പര്യാപ്തതയെ 2 തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒന്ന്, പിൽക്കാല ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശേഷി നൽകുന്ന വിദ്യാഭ്യാസം. അതായത് നിങ്ങൾ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ സ്കൂളിൽ നിന്നും പഠിക്കുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെൻസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ പകർത്തക്കത്തക്ക രീതിയിലുള്ള ഒരു പഠനം നേടുക. അഥവാ പിൽക്കാല ജീവിതത്തിലേക്ക്, നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ പിൽക്കാല ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള ശേഷി നൽകുന്ന വിദ്യാഭ്യാസം. 2, സ്വയം പര്യാപ്തതയ്ക്കായുള്ള വിദ്യാഭ്യാസം. കൈത്തൊഴിൽ കേന്ദ്രീകൃത പദ്ധതി കാര്യക്ഷമമായി നടത്തുന്നതിലൂടെ സ്കൂളിന് ലഭിക്കുന്ന വരുമാനം അധ്യാപകർക്ക് വേതനം നൽകാനും കുട്ടികളുടെ മറ്റ് പഠന ചെലവുകൾ നിറവേറ്റുവാനും സഹായകമാവുകയും തൊഴിലിന്റെ മഹത്വം ബോധ്യപ്പെടുന്ന കുട്ടി പഠനത്തിന് ശേഷം സ്വന്തം
ആയി തൊഴിൽ ചെയ്ത് സത്യസന്ധമായ ജീവിതോപാധി കണ്ടെത്താനും സഹായിക്കുന്നു എന്നുള്ളതും കൂടി എന്തിന്റെ സവിശേഷതയാണ്? ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷന്റെ സവിശേഷതകൾ എടുത്തു പറയുന്നതാണ്. ഒന്നാമത് എന്താണ്? പഠിക്കുന്ന കുട്ടികൾക്ക് പിൽക്കാലങ്ങളിലേക്ക് ആ പഠിച്ച കാര്യങ്ങൾ അവരുടെ വരുമാന മാർഗമായിട്ട് കണക്കാക്കാൻ കഴിയും. 2, ആ കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് പഠിക്കുക വഴി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ സ്കൂളിലുള്ളവർ തന്നെ വിൽപ്പന നടത്തുകയും അത് ആ സ്കൂളിലുള്ള അധ്യാപകർക്കും മറ്റു ചെലവുകൾക്കും അത് വിൽപ്പനയിലൂടെ കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാനും കഴിയുന്നു. അതാണ് എന്താ പറയുന്നത്? രണ്ടാമത്തേതായിട്ട് വരുന്ന സ്വയം പര്യാപ്തത. അപ്പോൾ ആ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആവശ്യമായിട്ടുള്ള പച്ചക്കറികളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ സ്വയം പര്യാപ്തരാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വയം പര്യാപ്തത എന്നുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാശ്രയത്വവും സ്വയം പര്യാപ്തതയും. ഓക്കെ, സെൽഫ് സഫിഷ്യന്റ് ആവുകയും അതേപോലെ തന്നെ സെൽഫ് സപ്പോർട്ടിംഗ് ആയിരിക്കുകയും ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ തന്നെ വളർന്നു വരിക, സ്വയം പര്യാപ്തമാവുക, സ്വാശ്രയത്വം നേടുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സവിശേഷതയാണ് ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷൻ. മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വിഷയവും ഒരു കോൺസെപ്റ്റും ഇത് തന്നെയാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ. ദെൻ ഫോർത്ത് വൺ, എഡ്യൂക്കേഷൻ ത്രൂ മദർ ടങ് എന്നുള്ളതാണ്. മാതൃഭാഷയിലൂടെയുള്ള പഠനമായിരിക്കണം നൽകേണ്ടത് എന്നുള്ളതാണ്. ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷന്റെ മറ്റൊരു സവിശേഷതയായിട്ട് എടുത്തു പറയുന്നതാണ് എഡ്യൂക്കേഷൻ ത്രൂ മദർ ടങ്. മാതൃഭാഷയിലൂടെ തന്നെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. മറ്റു ഭാഷയിലൂടെ വിദ്യാഭ്യാസം നൽകുമ്പോൾ കുട്ടികൾക്ക് പ്രയാസമാവും. ഇംഗ്ലീഷ് ഭാഷയിലൂടെ ഇപ്പം കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ മലയാളത്തിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അതൊരു സ്ട്രെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ആയിട്ടോ ഒരു പ്രോബ്ലം ആയിട്ട് മാറുന്നു എന്നുള്ളത് കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാതൃഭാഷയിൽ തന്നെ പഠനം നടത്തുക എന്നുള്ളത് കൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. ഭാരത വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയങ്ങളിലൊന്നാണ് അധ്യയന മാധ്യമം മാതൃഭാഷയായിരിക്കുക എന്നുള്ളതാണ്. മാതൃഭാഷ എന്ന് പറയുന്ന ആ പ്രദേശത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണോ അത്. ഏതൊരു വിദ്യാഭ്യാസത്തിന്റെയും അടിസ്ഥാനം മാതൃഭാഷയിലൂടെ ശരിയായ വിജ്ഞാനമാണ്. ഫലപ്രദമായി സംസാരിക്കുവാനും തെറ്റുകൂടാതെ വായിക്കുവാനും എഴുതുവാനും ഉള്ള കഴിവ് ഇല്ല എങ്കിൽ ആശയ വ്യക്തതയും ചിന്താശേഷിയും ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് വ്യക്തമായി വായിക്കാനും അത് മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കുവാനും ഒരു ശേഷി കുട്ടികൾക്ക് ഇല്ലാതാവുകയാണെങ്കിൽ ആ കുട്ടികളുടെ കോൺഫിഡൻസും അതിന്റെ ചിന്താശേഷിയും മറ്റു കാര്യങ്ങളെല്ലാം അത് ബാധിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ മാതൃഭാഷയിലൂടെ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാക്കുകയും അത് ചിന്തിച്ചെടുക്കുകയും അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെയാണ് ഇതിലൂടെ ഊന്നൽ നൽകുന്നത്. ഇതിലുപരിയായി ഒരു രാജ്യത്തെ ജനങ്ങളുടെ ചിന്തയും വികാരങ്ങളും അഭിലാഷങ്ങളും ഉൾക്കൊള്ളുന്ന പൈതൃകം കൈമാറുന്നതിനും മാതൃഭാഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മലയാളം എന്നുള്ളത് വരും തലമുറയ്ക്കും കൂടി മലയാള ഭാഷ ഉപയോഗിക്കുന്നു, ഹിന്ദി എന്നുള്ളത് വരും തലമുറയ്ക്ക് കൂടി ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത കൂടി ഇതിന് ഊന്നൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ എഴുതാനും വായിക്കാനും കഴിവില്ലാത്ത കുട്ടികൾക്ക് ആശയപ്രകാശനത്തിനും ദുഷ്കരമായിരിക്കും എന്നുള്ളതാണ്. ശരിക്കും എഴുതാനും വായിക്കാനും കഴിയുന്നില്ലെങ്കിൽ എന്താവില്ല, നിങ്ങൾക്ക് വന്ന് പ്രസന്റ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കൊരു മീറ്റിംഗുകൾ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഉന്നം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാതൃഭാഷയിലൂടെ തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മലയാളത്തിൽ തന്നെ പ്രസന്റ് ചെയ്യും, മലയാളത്തിൽ തന്നെ സംസാരിക്കും, മലയാളത്തിൽ തന്നെ ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഒരു പരിധിയിൽ കൂടുതൽ അവരവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യും, ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ എന്ത് ചെയ്യും, പിന്നോട്ട് നയിക്കും. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ തക്കതായി മാറുക. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് ഇതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാതൃഭാഷയിലൂടെയുള്ള പഠനം ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷന്റെ മറ്റൊരു സവിശേഷതയായിട്ട് എടുത്തു പറയുന്നത്. ദെൻ അഞ്ചാമതായിട്ട് എടുത്തു പറയുന്നത് എന്താണ്, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, പൗരത്വ പരിശീലനം. എന്താണ് പൗരത്വ പരിശീലനം? അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിട്ട് സാമൂഹിക ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ വളരാനും സാമൂഹിക സേവനത്തിന്റെയും സഹകരണത്തിന്റെയും മഹത്വവും ആവശ്യകതയും മനസ്സിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് എന്നതാണ്. പുതുതലമുറയ്ക്ക് അവരുടെ പ്രശ്നങ്ങളും അവകാശങ്ങളും കടമകളും മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നത് ഒരു വിദ്യാഭ്യാസ പ്രക്രിയ പ്രാഥമികമായി നിർവഹിക്കേണ്ട ചുമതലയാണ്. പൗരത്വ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ പ്രായപൂർത്തിയായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സമൂഹങ്ങളിൽ എങ്ങനെ പ്രകടിപ്പിക്കണം, സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇടപെടണം, സേവനപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇടപെടണം, നിങ്ങൾ എത്രത്തോളം സേവനങ്ങൾ ചെയ്യണം, അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവുകയും ചെയ്യണം, നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്രദമാവണം, നമ്മൾ ഓരോ ശരീരത്തിനും ഉപകാരപ്രദമാവുന്ന സേവന സാമൂഹിക സാമ്പത്തിക വളർച്ചയിലേക്ക് ഉന്നം വെക്കുക എന്നുള്ള തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, പൗരത്വ പരിശീലനം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് എന്നുള്ളത്. ഒരു പൗരനായി വളരുക, ഒരു സിറ്റിസൺ ആയി വളരുക, അതിന്റെ കടമകൾ എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ അവകാശങ്ങൾ എന്താണ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തപരമായിട്ടുള്ള അല്ലെങ്കിൽ കർമ്മപരമായിട്ടുള്ള
സവിശേഷതകളെ പഠിപ്പിക്കുക കൂടി ഏതിലൂടെ നൽകണം എന്നുള്ളത് പറയുന്നു ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷനിലൂടെ നൽകണം എന്ന് പറയുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുക, കൾച്ചർ, പിന്നെ പെരുമാറ്റ രീതി, അതേപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഭാവിക്ക് ഉപകാരപ്രദമായ തരത്തിലുള്ള ഉപയോഗം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ കുടുംബത്തിന് വേണ്ടിയുള്ള ഉപയോഗം, നമ്മൾ പഠിക്കുക വഴി നമ്മൾ സമൂഹത്തിന് പ്രദമാവുന്നത്, നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ ആത്മാർത്ഥത കാണിക്കുന്നത്, അത് സേവന മനോഭാവത്തോടു കൂടി ചെയ്യുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ സവിശേഷതകളാണ് ഏതിലൂടെ വരുന്നത്, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്ങിലൂടെ വ്യക്തമാക്കുന്നത്. പൗരത്വ പരിശീലനം അഥവാ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് മറ്റൊരു പ്രധാന സവിശേഷതയായിട്ട് സാമൂഹിക ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരുകയും സാമൂഹിക സേവനത്തിന്റെയും സഹകരണത്തിന്റെയും മഹത്വവും ആവശ്യകതയും മനസ്സിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. പുതുതലമുറയ്ക്ക് അവരുടെ പ്രശ്നങ്ങളും അവകാശങ്ങളും കടമകളും മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നത് ഒരു വിദ്യാഭ്യാസ പ്രക്രിയ പ്രാഥമികമായി നിർവഹിക്കേണ്ട ചുമതല കൂടിയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. ദെൻ ആറാമതായിട്ട് എടുത്ത് പറയുന്നത് എന്താണ്? ഫ്ലെക്സിബിൾ കരിക്കുലം ആൻഡ് ഫ്രീ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. വഴക്കമുള്ള പാഠ്യപദ്ധതിയും സ്വതന്ത്രമായ ചുറ്റുപാടും. ഫ്ലെക്സിബിൾ കരിക്കുലം ആൻഡ് ഫ്രീ എൻവയോൺമെന്റ്. ദെൻ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ എടുത്തു പറയാവുന്ന സവിശേഷതകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ കരിക്കുലം ആൻഡ് ഫ്രീ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. വഴക്കമുള്ള പാഠ്യപദ്ധതിയും സ്വതന്ത്രമായ ചുറ്റുപാടും. ഇത് കുട്ടികൾക്ക് അവരുടെ ശേഷികൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് സഹായകമാകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി സ്വതന്ത്രമായും പരീക്ഷാ പേടി ഇല്ലാതെയും അധ്യാപകർക്കും കുട്ടികൾക്കും തങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ലഭിക്കുന്നു. ആവശ്യമെങ്കിൽ പാഠ്യപദ്ധതിയിൽ മതിയായ മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്നു. കുട്ടിയുടെ അഭിരുചിക്കും താല്പര്യത്തിനും അനുസരിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും എളുപ്പമാകുന്നു. അതുവഴി വ്യക്തിത്വ വികാസത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് അധ്യാപകനും കൂടുതൽ എളുപ്പമാകുന്നു. എന്താണ് പറയുന്നത്? ഈ പദ്ധതിയുടെ ഭാഗമായി സ്വതന്ത്രമായും പരീക്ഷാ പേടി ഇല്ലാതെയും അധ്യാപകർക്കും കുട്ടികൾക്കും തങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്ത്? വഴക്കമുള്ള പാഠ്യപദ്ധതിയും സ്വതന്ത്രമായ ചുറ്റുപാടുകളും. ഏറ്റവും എടുത്തു പറയുന്ന ഒന്നാണ് ഇത് കുട്ടികൾക്ക് അവരുടെ ശേഷിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് സഹായകമാകുന്നു എന്നതാണ്. ഓരോ വ്യക്തികൾക്കും പ്രത്യേകപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും, സവിശേഷതകൾ ഉണ്ടാവും, എബിലിറ്റീസ് ഉണ്ടാവും. അതിനനുസരിച്ച് കുട്ടികൾക്ക് വളർന്നു വരാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് അവരുടെ പഠനം അതിലൂടെ തന്നെ കൊണ്ടുപോകാനും കഴിയുക എന്നുള്ളത് കൂടി ഏതിന്റെ ഒരു സവിശേഷതയാണ്? ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷന്റെ സവിശേഷതയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ല പടം വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പടം വരയ്ക്കുക മേഖലയിലേക്ക് തന്നെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതും ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ സവിശേഷതയാണ്. ക്രാഫ്റ്റ് സെന്റർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചില പ്രത്യേക മേഖലയിൽ ചില കുട്ടികൾക്ക് സവിശേഷതയുണ്ട്, കഴിവുണ്ടാവും. ആ കഴിവിനനുസരിച്ച് കുട്ടികൾക്ക് വളരാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വഴക്കമുള്ള രീതിയിൽ പാഠ്യപദ്ധതിയും സ്വതന്ത്രമായ ചുറ്റുപാടുകളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഫ്രീ ഫീച്ചേഴ്സ് ഓഫ് ഭാരത സ്കീം ഓഫ് എഡ്യൂക്കേഷന്റെ ആറാമത്തെ സവിശേഷതയായിട്ടുള്ള വഴക്കമുള്ള പാഠ്യപദ്ധതിയും സ്വതന്ത്രമായ ചുറ്റുപാടും എന്നുള്ളതിനുണ്ട് അർത്ഥമാക്കുന്നത്. ഏഴാമത്തത് എന്താണ്? കോ റിലേഷൻ, സഹബന്ധം എന്നുള്ളതാണ്. എല്ലാം തമ്മിലുള്ള ഒരു ക്രോഡീകരണം എന്നുള്ളതാണ്, എല്ലാം തമ്മിലുള്ള ഒരു ലിങ്ക് എന്നുള്ളതാണ്. ഏതൊക്കെ തമ്മിലുള്ള ലിങ്ക്? ഓരോ വിഷയം പ്രത്യേകം പഠിക്കുന്നതിന് പകരം ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ മനസ്സിലാക്കി തരുന്ന സംയോജിതമായ രീതിയാണ് ഏതെന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഇക്കണോമിക്സ് പഠിക്കുമ്പോഴും പൊളിറ്റിക്സ് പഠിക്കുമ്പോഴും അതേപോലെ തന്നെ ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതേപോലെ തന്നെ എന്താണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇവയെല്ലാം ഒന്നാണ്. ഇവ പരസ്പരം ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ ബന്ധപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് സഹബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഇക്കണോമിക്സ് പഠിക്കുന്നത് ഹിസ്റ്ററി പഠിക്കുന്നതും പിന്നെ അതേപോലെ തന്നെ പൊളിറ്റിക്സ് പഠിക്കുന്നതും ഒക്കെ ഇവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഓക്കെ, പരസ്പരം ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇവ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന ഇവയെല്ലാം കൂടി മിക്സപ്പ് ആയി കിടക്കുന്നതാണ്. അവയെ നമുക്ക് വേർതിരിച്ച് കാണണമെങ്കിൽ ഇങ്ങനെ പഠനം വഴി പഠിക്കുക വഴിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, ലാംഗ്വേജിനെ കുറിച്ച് വ്യക്തത ഉണ്ടാവേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാം കൂടി പരസ്പര ബന്ധമാണ്. ഇവയെല്ലാം നമുക്ക് സമൂഹത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇവ പഠിക്കുന്നത് എന്നുള്ളതാണ്. അതിനെയാണ് കോ റിലേഷൻ അഥവാ സഹബന്ധം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്താണ്? യഥാർത്ഥ പഠനം ദൈനംദിന ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ്. മനുഷ്യന്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത് ശരീരം, വിശേഷ ബുദ്ധി, ആത്മാവ് എന്നിവയുടെ പരസ്പര ബന്ധത്തിലും സമഗ്രതയിലുമാണ്. ശരീരവിശേഷ ബുദ്ധി, ആത്മാവ് ഇവ ഒരുമിച്ച് പോകുന്ന തരത്തിലേക്കാണ് ഇതിൽ ഉന്നമിക്കുന്നത്. കുട്ടികളുടെ ഭൗതിക സാമൂഹിക ചുറ്റുപാടുകൾക്ക് അനുസൃതമായി കൈത്തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിലൂടെ പാഠ്യപദ്ധതി കൂടുതൽ വിശിഷ്ടമാക്കുന്നതായി ഗാന്ധിജി നിരീക്ഷിക്കുന്നു. കുട്ടികളുടെ
ഭൗതിക സാമൂഹിക ചുറ്റുപാടുകൾക്കനുസൃതമായി നമ്മളിപ്പോ ഒരു പ്രദേശത്ത് താമസിക്കുന്നു, ആ സമൂഹപരമായിട്ടുള്ള ചുറ്റുപാടുകൾക്കനുസരിച്ച് താമസിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അവിടെ വിൽക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ആ തരത്തിലേക്ക് മാറുകയുമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ മനസ്സിലാക്കേണ്ടത്. ഭൗതികപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ള ഒരു കൈത്തൊഴിലാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ തിരഞ്ഞെടുക്കവായി പാഠ്യപദ്ധതി കൂടുതൽ വിശിഷ്ടമാക്കുന്നതായി ഗാന്ധിജി നിരീക്ഷിച്ചതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കൈത്തൊഴിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഓക്കെ, എട്ടാമതായിട്ട് പറയുന്ന ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? നോൺ വയലൻസ്, അഹിംസ. വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷന്റെ മറ്റൊരു സവിശേഷതയായിട്ട് എടുത്ത് പറയുന്നതാണ് നോൺ വയലൻസ് അഥവാ അഹിംസ. മനുഷ്യകുലത്തിന്റെ അടിസ്ഥാന തത്വമായി ഗാന്ധി നിർദ്ദേശിച്ച അഹിംസയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെയും അടിസ്ഥാന തത്വമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശരിയായ രീതിയിൽ അഹിംസയുടെ പ്രയോഗതലമായി അടിസ്ഥാന വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കാവുന്നതാണ്. അഹിംസ അതിന്റെ ക്രിയാത്മകമായ അർത്ഥത്തിൽ സമസ്ത ചരാചരങ്ങളെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സഹജീവികളോടുള്ള സൗഹാർദ്ദത്തെ ആസ്പദമാക്കിയുള്ള പഠനം അഹിംസയുടെ വേരുകൾ ആഴത്തിൽ വളരുന്നതിന് സഹായകമാകുന്നു എന്നുള്ളതാണ്. ഹിംസ ഇല്ലാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് അഹിംസ എന്ന് പറയുന്നത്. എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരുടെയും അനുസരണ കാണിക്കുകയും കരുണ കാണിക്കുകയും ദയ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രതീതിയാണെന്ന് പറയുന്നത് അഹിംസ എന്ന് പറയുന്നത്. ഇവ കൂടി വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷന്റെ സവിശേഷതയായിട്ട് എടുത്തു പറയുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന 8 സവിശേഷതകളാണ് ഫീച്ചേഴ്സ് ഓഫ് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ അഥവാ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന സവിശേഷതകളായിട്ട് എടുത്തു പറയുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ സവിശേഷതകളിൽ വിദ്യാഭ്യാസ കോൺസെപ്റ്റിൽ ഫിലോസഫിയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ. ഏതൊക്കെയാണ് അതിൽ എടുത്തു പറഞ്ഞത്? ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. സെക്കൻഡ് വൺ ക്രാഫ്റ്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ. തേർഡ് വൺ self sufficient and self supporting education. Then fourth one education through mother tongue. Then fifth one citizenship training. Then sixth one flexible curriculum and free environment. Then seventh one correlation. Then last one non violence. ഇത്രയുമാണ് ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ദി വാർധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്ററിൽ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസത്തിന്റെ നിർവചനങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതി അടിസ്ഥാന വിദ്യാഭ്യാസമായി എന്തുകൊണ്ട് കണക്കാക്കുന്നു എന്നുള്ളത്, കൈത്തൊഴിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണ്? സ്വതന്ത്രാനന്തരമുള്ള വിദ്യാഭ്യാസ പുരോഗതിയെ വിലയിരുത്തുന്നു, സമാധാനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തിരിച്ചറിയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുൻപേ നമുക്ക് വാർധ വിദ്യാഭ്യാസ സ്കീമുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിൽ നടത്തേണ്ടതും അതിന്റെ ധർമ്മങ്ങളും കാര്യങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി 2-3 ക്ലാസ്സിലൂടെ അതും കൂടി നമുക്ക് മെൻഷൻ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7-8 പോയിന്റിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ റിവിഷൻ നടത്തുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഇത് നിർബന്ധമായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ള മെയിൻ എയിം ഓഫ് ഗാന്ധിയൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇവിടെ 8 കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞതിന്റെ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. സന്തുലിത വ്യക്തിത്വ വികാസം എന്നുള്ളതാണ് ഒന്നാമത്തെ, ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി. ദെൻ സെക്കൻഡ് വൺ ക്യാരക്ടർ ബിൽഡിംഗ് അഥവാ സ്വഭാവ രൂപീകരണം എന്നുള്ളതാണ്. തേർഡ് വൺ പ്രിപ്പറേഷൻ ഫോർ കംപ്ലീറ്റ് ലിവിംഗ്, സമ്പൂർണ്ണ ജീവിതത്തിനായുള്ള തയ്യാറെടുപ്പ് എന്നുള്ളതാണ്. Then fourth one self sufficiency, then സ്വയം പര്യാപ്തത. Fifth one പൗരത്വ പരിശീലനം, ട്രെയിനിങ് ഇൻ സിറ്റിസൺഷിപ്പ്. സിക്സ്ത് വൺ സാംസ്കാരിക ലക്ഷ്യം, കൾച്ചറൽ എയിം, ഉപയുക്തത ലക്ഷ്യം, യൂട്ടിലിറ്റേറിയൻ എയിം. ദെൻ ലാസ്റ്റ് വൺ രാമരാജ്യം, രാമരാജ്യ. ഇത്രയും കാര്യങ്ങൾ ഇവയെല്ലാം നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തതിനോടും കൂടി ബന്ധപ്പെടുത്തി നിൽക്കുന്ന പോയിന്റ്സുകളുണ്ട്. അപ്പോൾ ഇവയെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാൻ കൂടി ശ്രമിക്കുക. എന്നിരുന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അസൈൻമെന്റ് ഡേറ്റിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ കഴിയുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് സ്പീഡിൽ ക്ലാസ്സുകൾ പോകേണ്ടതുണ്ട്. എല്ലാവരും അതാത് ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. നോട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഒരു സമയം ഞാൻ വളരെ കണ്ണിങ് ആയിട്ട് നോട്ട് ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള നോട്ടുകൾ എല്ലാം ഓക്കെ ആണോ എന്നുള്ളത് വളരെ കണ്ണിങ് ആയിട്ട് കുറച്ച് സമയമെടുത്ത് ഒരു ദിവസം പല ദിവസങ്ങളായിട്ട് സമയമെടുത്ത് തന്നെ ഞാൻ അത് നിരീക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതാണ്.
അതുകൊണ്ട് എല്ലാവരും ഈ അതാത് ദിവസങ്ങളിലെ ക്ലാസ്സുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ക്ലാസ്സുകളുള്ളൂ, അരമണിക്കൂർ മാക്സിമം പോയി കഴിഞ്ഞാൽ അത്രയും ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം അതാത് ദിവസങ്ങളിലെ കാര്യങ്ങൾ അന്നാം ദിവസം തന്നെ നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അസൈൻമെന്റ് അടുത്തൊരു പോയിന്റ് ആണ്, നിങ്ങളത് പ്രത്യേകം ചെയ്തു തീർക്കുക. പിന്നെ പ്രാക്ടിക്കൽ വർക്ക് എന്നുള്ളതിന്റെ കാര്യത്തിൽ നിങ്ങൾ പലരും ചെയ്യാത്തവരുണ്ട്. പിന്നെ ഇനി അധികം ആരും തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്ത് തരാം, ഞാൻ അത് പബ്ലിഷ് ചെയ്യാം. അതുകൂടാതെ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്നും നമ്മൾ 10 ക്രാഫ്റ്റ് വർക്കുകൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. ആ 10 ക്രാഫ്റ്റ് വർക്കുകൾ ആയിരിക്കും നമ്മൾ പിന്നീട് പ്രാക്ടിക്കലിലേക്ക്, നമ്മളെ അക്കാദമിക്കൽ പ്രാക്ടിക്കലിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ഒരിക്കൽ കൂടി കാണുകയും ആ കണ്ട് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചും കൂടി നിങ്ങൾ പരിചയപ്പെടുക. ഓക്കെ, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയുന്നു, വീട്ടിൽ സേഫ് ആണെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.